കീഴൂർ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്ര സമിതികളുടെ നേതൃത്വത്തിൽ കർക്കിടവാവ് ദിവസമായ ഓഗസ്റ്റ് 3-ന് ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ സൗകര്യങ്ങളൊരുക്കിയതായി ഇരു ക്ഷേത്ര സമിതികളുടെയും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സംയുക്തമായി ഈ വർഷത്തെ കർക്കിടക വാവ് ബലിതർപ്പണം നടത്തുകയാണ്. ഈ ആഗസ്റ്റ് 3-ാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ കർമ്മങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് ഉച്ചയോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ നടക്കുന്നത്. അവരുടെയും സഹകരണങ്ങൾ ക്ഷേത്ര സമിതികൾ പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് 2000-2500 ഭക്തജനങ്ങൾ എല്ലാ വർഷവും ഈ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്ന അതിവിശിഷ്ടമായ പുണ്യസങ്കേതമാണ് മാവേലി പുഴയുടെ തീരത്തുള്ള ഈ ബലിതർപ്പണ സ്ഥലം. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ സൗകര്യപ്രദമായി പിതൃകർമ്മങ്ങൾ ചെയ്ത് പിതൃക്കളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ഏറ്റവും പുണ്യമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുന്ന ഒരു പുണ്യദിനമാണ്. എല്ലാവർക്കും അതിൻ്റെ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അതിനുള്ള എല്ലാ വിപുലമായ സൗകര്യങ്ങളും ക്ഷേത്ര സമിതികളും അതുപോലെ നാട്ടുകാരും എല്ലാം കൂടി ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഈ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പുലർച്ചെ 5:30 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. മഴ ശക്തി പ്രാപിച്ചു നിൽക്കുന്ന സമയമെന്ന നിലയിൽ 200ഓളം പേർക്ക് ഒരേ സമയം തർപ്പണ ചടങ്ങുകൾ നടത്തുവാൻ പറ്റുന്ന രീതിയിലുള്ള പന്തൽ ഒരുക്കിക്കഴിഞ്ഞു. വർഷങ്ങളായി ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന ക്ഷേത്രസങ്കേതം എന്ന നിലയിൽ വിശാലമായ കൗണ്ടറുകളും എല്ലാവർക്കും ലഘുഭക്ഷണ പാർക്കിംഗ് സൗകര്യങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രത്തിൽ സംയുക്തമായി നടത്തുന്ന ഈ പരിപാടിയിൽ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായൊരു സജ്ജീകരണങ്ങൾ നമ്മളവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ വാവലിപ്പുഴയുടെ തീരത്ത് ഒരേ സമയത്ത് ഒരു 150 പേർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പാട് അവിടെ ചെയ്തിട്ടുണ്ട്. മഴ നനയാതെ ചെയ്യാനുള്ള പന്തലൊക്കെ കെട്ടി സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മഹാദേവ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെയും ഗ്രൗണ്ടുകളുണ്ട്. ആ ഗ്രൗണ്ടുകളിലാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുക. റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. 2 ഗ്രൗണ്ടിലും വേണ്ട വിധത്തിലുള്ള പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതുപോലെ നിയന്ത്രിക്കാനുള്ള വളണ്ടിയർമാരും നാളെ ഉണ്ടാവും. ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന് ലഘുഭക്ഷണമാണ്. കർമ്മത്തിന് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, ബലികർമ്മം മാത്രമല്ല ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ ഒരു ലഘുഭക്ഷണം അവിടെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത് വളരെ അച്ചടക്കത്തോടുകൂടി ചെയ്യാനുള്ള സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട്. അതിന് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നമുക്കറിയാം, ഇപ്പം വളരെ വലിയ ഭയങ്കരമായിട്ടുള്ള മഴയാണ്. അതുപോലെ തന്നെ പുഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷിതത്വ കാര്യത്തിന് വേണ്ടി നമ്മൾ ക്ഷേത്രങ്ങളുടെ വകയായിട്ടുള്ള വളണ്ടിയർമാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അഗ്നിശമന സേന, അതുപോലെ തന്നെ പോലീസ്, അവരുടെയും സഹകരണം നമുക്കുണ്ടാവും. അത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ യാതൊരു അപകടവും കൂടാതെ രീതിയിൽ ചെയ്യുന്നതിന് മാധ്യമങ്ങളുടെ ഒരു ജാഗ്രതയും കൂടി ഉണ്ടായാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അവരുടെയും സഹകരണം ലഭിക്കുക. ഈ സംരക്ഷണത്തിലേക്ക് അതുപോലെ 2000-200ഓളം പേര് വരുന്നതാണ്. അത് ഒരു 11 ഇവരെ അതിൻ്റെ തിരക്കുണ്ടാവും. അപ്പോൾ അതിനുള്ള ടിക്കറ്റുകൾ കൊടുക്കാനും പക്കത്തിനുള്ള കൗണ്ടറിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. കൂടി ക്ഷേത്രങ്ങൾക്കും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ശക്തമായ മഴ മൂലം പുഴയിൽ വെള്ളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയൊരുക്കാൻ വളണ്ടിയർമാരെ കൂടാതെ പോലീസ്, അഗ്നിരക്ഷാസേന എന്നിവരുടെ സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് കീഴൂർ മഹാദേവ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് എം പ്രതാപൻ, സെക്രട്ടറി KE നാരായണൻ മാസ്റ്റർ, മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് PN കരുണാകരൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി KP കുഞ്ഞിനാരായണൻ മാസ്റ്റർ, മറ്റ് ഭാരവാഹികളായ M ഹരീന്ദ്രൻ, M ചന്ദ്രൻ, N മോഹനൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു.